വാർത്തകൾ വിശദമായി നോക്കാം. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. രാഹുൽ ഈശ്വർ ജാമ്യാവസ്ഥ ലംഘിച്ചെന്ന് അതിജീവിത പരാതിയിൽ പറയുന്നു. AIG പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. അതേസമയം അതിജീവിതയ്ക്കെതിരെ പരാതി നൽകാൻ രാഹുൽ ഈശ്വർ ഒരുങ്ങുകയാണ്. എസ് ശാലിനി വിവരങ്ങൾ നൽകും. എസ് ശാലിനി, ഇന്നലെ നമുക്കറിയാം രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക കേസിലെ അതിജീവിതയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. രാഹുൽ ഈശ്വർ ജാമ്യാവസ്ഥ ലംഘിച്ചെന്നാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമല, ഇന്നലെയാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിൽ യുവതിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയെന്നുള്ള രീതിയിലാണ് ഈ അതിജീവിത പരാതി നൽകിയത്. രണ്ടാമത്തെ പരാതി സൈബർ പോലീസിന് നൽകുന്നത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ AIG ആയിട്ടുള്ള പൂങ്കുഴലിക്ക് നൽകുന്നു. പൂങ്കുഴലി അത് സൈബർ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും കടക്കാനൊരുങ്ങുകയാണ് പോലീസ്. അതേസമയം തന്നെ യുവതിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഈശ്വർ. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തനിക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി വ്യാജ പരാതികൾ തനിക്കെതിരെ നൽകുന്നു. ഒപ്പം തന്നെ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഇടങ്ങളിലും നടത്തുന്നു, ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ പരാതി നൽകുന്നത്. AIGക്കും ഒപ്പം തന്നെ സൈബർ പോലീസിനും ഇന്നലെ തന്നെ ഇമെയിൽ മുഖേന പരാതി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പരാതി നേരിട്ട് സൈബർ പോലീസിനും പൂങ്കുഴലിക്കും നൽകും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ശേഷം പത്രമാധ്യമങ്ങളെ പ്രസ് മീറ്റ് വിളിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മുൻപും താൻ പരാമർശിച്ചിട്ടില്ല. പക്ഷേ 16 ദിവസത്തോളം തന്നെ ജയിലിലടയ്ക്കുന്ന രീതിയിലുള്ള നടപടികൾ പോലീസും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പരാതിയും ഇടവെച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടത്തിലും തനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള നടപടികളിലും ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പെൺകുട്ടി അതിജീവിതയല്ല, പരാതിക്കാരി മാത്രമാണ്, വ്യാജ പരാതിക്കാരി മാത്രമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. അതായത് സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്, ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവനൊപ്പമോ അല്ല നിൽക്കേണ്ടത്. സത്യം എവിടെയാണ് ആ ഭാഗത്ത് നിന്ന് വേണം പ്രവർത്തിക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ ഈ പരാതി എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും യുവതിക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഈശ്വർ. എന്തായാലും സൈബർ പോലീസിനും AIG അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ്. തുടർ നടപടികളും ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി രാഹുൽ ഈശ്വർ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ പരാതിയിൽ മേൽ. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. രാഹുൽ ഈശ്വർ ജാമ്യാവസ്ഥ ലംഘിച്ചെന്ന് അതിജീവിത പരാതിയിൽ പറയുന്നു. AIG പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.